മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രൻ അലീനടുത്ത് പറയുകയാണ്, ഇനി ഇവിടെ എന്ത് സംഭവിക്കാം, ഒരു ഭൂമികുലുക്കവും എല്ലാം സംഭവിക്കാം. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അലീന ചോദിക്കുകയാണ്. അത് അവളെ ആങ്ങളമാരെല്ലാവരും വന്നിട്ടുണ്ട്. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല. അതൊരു വെടിക്കെട്ടായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. അവളെല്ലാവരും വിളിച്ച് വരുത്തി ഇവിടുത്തെ അമ്മയും കൊണ്ട് അനിയൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടിരിക്കുക. ഇതിനെല്ലാം കാരണമെന്ന് വെച്ചാൽ നിന്നെ ഇവിടെ നിന്ന് ഓട്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇതിലൊന്നും പെടാതെ നീ ഇത് വിഷമിക്കാതിരിക്കുക, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൃഷ്ണ വരിക. എന്താ പറയുന്നത്? എല്ലാവരും വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? നിൻ്റെ ചേച്ചി ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാ. ആണോ? അതാണ് ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടി ഇരുന്ന് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയപ്പോൾ നിന്നു, ഞാൻ നോക്കട്ടെ എന്താ പറയുന്നതെന്ന്. അങ്ങനെ കൃഷ്ണ അവരുടെ അടുത്ത് പോയപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും അവളെ വിളിച്ച് വീണ്ടും നമുക്ക് പുറത്താക്കണം. അപ്പോഴത്തേക്കും കൃഷ്ണ ചോദിക്കുക, എന്താ ഇങ്ങനെ പറയുന്നേ? ഒരു സ്റ്റാൻഡേർഡില്ലാത്ത സംസാരമാണല്ലോ അമ്മയുടെ, ഇത്രയും തരം താഴ്ന്നു പോയോ എന്നൊക്കെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്താ നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയാൻ പഠിച്ചേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി വരുന്നുണ്ട് കൃഷ്ണയ്ക്ക് നേരെ. അങ്ങനെ ഇത് പോയി പറയുകയാണ് ബാലചന്ദ്രൻ്റെ അടുത്ത്. ബാലചന്ദ്രൻ പറയുക, അവളിങ്ങനെ തന്നെയാണ്, അവൾക്ക് വന്ന മാറ്റങ്ങൾ വലുതാ. അതെല്ലാത്തിനും കാരണം ആരാണെന്ന് അറിയാമല്ലോ. അവളും ഒരു കാരണമാണ്, എന്നാൽ അലീനയും അതിനെക്കാട്ടും ഒരു കാരണമാണ്. ഇനി നമുക്ക് ഏതുവരെ പോകാമെന്ന് നോക്കാം എന്ന് അലീനയെടുത്ത് പറയുക. കൃഷ്ണയുടെ അടുത്തും ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാജീവൻ്റെ വൈഫ് ഫോൺ വിളിക്കുകയാണ് വൈജയന്തിയെ വിളിച്ച് പറയുകയാണ്, എന്താ അവിടെ, അവൾ ആ വീട്ടിലെ റാണി പോലെ വാഴുകയാണല്ലോ എന്നറിഞ്ഞത്. എന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ അമ്മയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ എങ്ങനെയാണെങ്കിലും അവളെ മാറ്റാൻ വേണ്ടി നോക്കുക എന്ന്. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും അവളെ ഇഷ്ടം, അലീന എന്ന് പറഞ്ഞ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെന്ന് രാജീവിൻ്റെ വൈഫ് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നോക്കട്ടെ, ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കുകയും അവിടെ രാജീവിൻ്റെ ചേട്ടനും അന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരും പ്രശ്നത്തിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമുക്കിതിൽ ഏതെങ്കിലും പ്രശ്നമായിട്ട് വരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാജീവ് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോകണം, പോയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്നും നമുക്കൊന്ന് അറിയണം. വൈജയന്തി പറഞ്ഞല്ലേ നമുക്കറിയാവുള്ളൂ. എന്നാൽ ആ വീട്ടിലെ ഒരു റാണിയെപ്പോലെ അവളാണ് ഇപ്പോൾ എല്ലാമെന്ന് അറിയാൻ സാധിച്ചത്. ഇനി നമുക്കത് പോകുമ്പോൾ മനസ്സിലാവും എന്ന് വൈജയന്തി അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി കാണാൻ അവരുടെ ചേട്ടന്മാർ വരുന്നുണ്ട്. വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങളാ എന്നെ ഈ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്, വേണ്ടാന്ന് പറഞ്ഞ് കല്യാണത്തിന് സമ്മതിച്ചത് നിങ്ങളതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇതൊക്കെ മാറും, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, വൈജയന്തി പേടിക്കണ്ട എന്ന് പറഞ്ഞ് സഹോദരന്മാരെല്ലാവരും കൂടെ വൈജയന്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളാരും വിഷമിക്കണ്ട, ചേച്ചിയെ നോക്കാൻ ഞങ്ങൾക്കറിയാം, ഇനി അവരെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പറയുന്നുണ്ട്, കണ്ടോ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് എവളും, ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തലാണ് എവൻ്റെ മുഖ്യ പരിപാടി എന്നും പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കുകയൊന്നും വേണ്ട, നീ മര്യാദയ്ക്കിരിക്കുക എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയെ അടുത്ത് പറഞ്ഞിട്ട് കൃഷ്ണ പോവുകയാണ്. അങ്ങനെ വൈജയന്തിയും അലീനയും കൂടെ വീണ്ടും സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ നോക്കിക്കോ ഈ വീട്ടിൽ നിന്ന് മാറ്റുന്നേ, അപ്പോഴും എനിക്ക് മനസ്സിലാവാം. അമ്മേ അങ്ങനെ പറയല്ലേ, ആരാടി നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മയെന്ന് വിളിക്കുന്നതിനൊക്കെ എന്ത് യോഗ്യതയുള്ളതാ, ഏത് അനാഥവെന്ന് എന്നെ വിളിക്കുന്നു അമ്മയെന്ന്, ഇനി മേലാൽ ഇനി അങ്ങനെ വിളിച്ചു പോകല് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ചിരിച്ചുകൊണ്ട് കയറി പോകുന്നുണ്ട്. ബാലചന്ദ്രന് ആഹാരം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആഹാരം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക്, നീ കൊച്ചു പിള്ളേരെ പോലെ കൊഞ്ചയാണോ, ഒരച്ഛൻ്റെ സ്നേഹം കിട്ടിയതിൻ്റെ സന്തോഷമാണ് അച്ഛാ എന്ന് പറയുന്നുണ്ട് അലീന. അങ്ങനെ അലീനയ്ക്ക് വായിലൊരു അച്ഛൻ്റെ സ്നേഹം പോലെ വായിൽ ചോറ് വാരി കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവും അലീനയ്ക്ക്. കാരണം എന്താണെന്ന്, ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നതാണ്, അതെല്ലാം ഈ വീട്ടിൽ നിന്നൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടിത്തുടങ്ങി എന്ന് പറയുന്നുണ്ട്
അങ്ങനെ ബാലചന്ദ്രനും അലീനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അലീന പറയുന്നത്, എന്തായാലും ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത്. ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയതിൻ്റെ സന്തോഷം അലീനയ്ക്കുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് പറയുക, ഒരു കാര്യമുണ്ട്, സർപ്രൈസ്. എന്താ? ഇനിയെങ്കിലും നിൻ്റെ കൂട്ടുകാരെ വിളിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഫോൺ ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ഫോൺ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയ്ക്ക് കുറച്ചുകൂടെ സന്തോഷമാകുന്നുണ്ട്. അച്ഛൻ എനിക്കൊരു സമ്മാനമൊക്കെ തന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ആരെ വിളിക്കാനോ എടുക്കാനോ ഒന്നും ഇനി ആരുടെ ചോദിക്കണ്ടല്ലോ ഫോണ്. സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടിയതിൻ്റെ സന്തോഷം അത് അവളുടെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണ പറഞ്ഞു, നല്ല കാര്യമാണ്, ചേച്ചിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെ അച്ഛൻ കൊടുത്തത് എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. എന്നാൽ അലീന പറയുന്നുണ്ട്, ഇതൊക്കെ വാങ്ങിച്ചു തന്നതിന് സന്തോഷമുണ്ട് അച്ഛാ, എന്നായിരുന്നാലും ഇത് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായിരുന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇതിന് വൈജയന്തി അറിഞ്ഞ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞുകൂടാ എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മോൾക്ക് ഞാൻ തരുന്നതല്ലേ, അതവിടെ അവിടെ ഇരിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നീ എൻ്റെ മോള് തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്.